അഡാസ്റ്റാക്കിയിട്ട് തന്നെ അവർ ഒരാളുടെ ഒരൊറ്റടിയും മിസ്സായിട്ടില്ല. യോഗാസനിട്ടുണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല, എല്ലാം അടിയിരുന്നു. എന്തായാലും പറ്റിയത് പറ്റി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്തായാലും പണി പിടിക്കാൻ വേണ്ടി പലരും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഒക്കെ തനി കള്ള ജാതികളായിരുന്നു. ഇവിടെ നീ എനിക്കെന്നെ സ്വന്തം അനിയനെ പോലെടാ. ഞാനില്ലെന്ന് പറഞ്ഞിട്ട് നീ വീട്ടിലൊന്നും പോകാതിരിക്കണ്ട കേട്ടോ. സ്വന്തം വീട് പോലെ നിനക്ക് എപ്പോൾ വേണേലും അവിടെ പോവാം. കൊലപാതകൾക്ക് വരെ നാട്ടിൽ പരവുണ്ട്. പാവം കള്ളന്മാർക്ക് അതുമില്ല. ഏത് സർക്കാർ ഭരിച്ചാലും കള്ളൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെ. ഞാനെന്തായാലും ഒരു 4-5 മാസം കൂടെ ഇറങ്ങാനായിട്ട്. അതുവരെ നീ വെറുതെ ഇരിക്കണ്ട. ഇരുമ്പും ബുദ്ധിയും വെറുതെ ഇരുന്ന നശിച്ചു പോകുന്നു. ഞാനൊരാളെ നിനക്ക് പറഞ്ഞുതരാം. നീ കുറച്ചു കാലം അവൻ്റെ കൂടെ നിൽക്ക്. എന്തായാലും നിനക്ക് കാശിന് ആവശ്യമുള്ളതല്ലേ. എന്നെ നോക്കിയിരുന്ന നീ കൂടി ചുറ്റും. നീ നേരം മങ്ങാടിക്കുന്നിൽ ചെന്ന് ചൂടൻ രായപ്പനെ കണ്ടാൽ മതി. ആളെ ചൂടനാണെങ്കിലും അവനൊരു ഹൃദയാലുവാ. ബെന്നേട്ടൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ അവൻ നിന്നെ കൈ ഒഴിയില്ല. പണിത്തിരക്കുള്ളതുകൊണ്ട് പങ്കും തരും. എടി ജാനമ്മോ, ആ അടുക്കള തീ ഒന്ന് കുറയ്ക്കാൻ മേലായോ? പണ്ടാറടങ്ങാൻ മനുഷ്യൻ ചുട്ടുപൊള്ളിട്ട് ഇരിക്കാൻ മേല. മനോജ് ബെന്നിയുടെ കൂടെ അന്ന് വന്നിരുന്നില്ലേ? ഇപ്പം ഓർമ്മ വന്നു. ബെന്നി കൊച്ചാട്ടന്റെ പുതിയ ശിഷ്യനല്ലയോ? പൊന്നു ചങ്ങാതി, ഒന്ന് വിട്ടു നിൽക്കാവോ? വെയിലത്തൊന്നും ഒന്നല്ലയോ, പൊരിഞ്ഞിട്ടിരിക്കാൻ മേല, അതുകൊണ്ടാ. എടി ജാനമോ, എടിയേ ഒന്നിങ്ങ് വന്നേ, ഒരു വിരുന്നുകാരൻ വന്നേക്കുന്നു. ഈ ചൂട്ടൊന്ന് എന്റെ അടുത്തോട്ട് വരില്ലടി. പോയി അവന് കുടിക്കാൻ എന്നെ എടുത്തോണ്ട് വാ. അയ്യോ, മോര് തീർന്നു പോയി മോനെ. നാരങ്ങ ഇറക്കട്ടെ ചേച്ചി? ചങ്ങായി വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. എന്നാ കൊച്ചാട്ടല്ലാതെ ഒറ്റയ്ക്ക് വായി നോക്കി നിൽക്കാതെ പോയി വെള്ളം എടുത്തോണ്ട് വാടി. ചൂട് കൂട്ടണ്ട നിങ്ങള്. ഇനി പറഞ്ഞാട്ടോ മോനെ. ബെന്നിയേട്ടൻ ജയിലില. ഞാനിപ്പോ ജയിലിൽ നിന്നാ വരുന്ന. എന്റെ ഭഗവതി, കൊച്ചാട്ടൻ ഇങ്ങനെ പോഴത്തരം പറ്റാത്താണല്ലോ. ഇത്ര ഉള്ളുണർവുള്ളൊരു കള്ളനെ ഞാൻ എന്റെ ആയുസ്സിൽ കണ്ടിട്ടില്ല. ഞാൻ ജയിലിൽ ചെന്നപ്പോ ബെന്നിയേട്ടനാ പറഞ്ഞത് രായപ്പണ്ണനെ വന്നൊന്ന് കാണാൻ. ഞാൻ ചേട്ടൻ്റെ കൂടെ നിന്നോട്ടെ, ചതിക്കാണ്ട് നിന്നോളാം. കൊച്ചാട്ടൻ എന്നാ വിവരക്കേടായി കാണിച്ച്. മഴ പെയ്യാതെ എങ്ങനാ മോനെ ഞാൻ പുറത്തോട്ടിറങ്ങുന്നേ? ഇടവും മുക്കാല് കഴിഞ്ഞ് മാനം പൊള്ളി കിടക്കുന്നത് കണ്ടില്ലയോ? കൊടുക്കത്തെ ഉഷ്ണത്തിന് പുറത്തോട്ട് രക്ഷപ്പെടാൻ വേർപ്പിന്റെ കൃതികൾ തന്നില്ലല്ലോ തമ്പുരാൻ. ഞാൻ ജനിച്ചന്ന് മുതല് ഈ അഗ്നിക്കാവടി എന്റെ തലയിലുണ്ട്. ഇപ്പൊ മോൻ പോ. എന്നിട്ട് മാനത്ത് ആദ്യ തിരിവെട്ടി ആദ്യത്തെ മഴത്തുള്ളി മണ്ണെ തൊടുമ്പോ അന്നേ വാ. ചെന്നാട്ടെ. ഓ എന്നാ ചൂടാ പോ. ഓ എനിക്ക് മേലാലേ. ഓ ഓ എടിയേ, ഇച്ചിരി വെള്ളം കൊണ്ടുപോടി. ഒരു ചായ. ഇവിടെ ഒരു ചായ. ചോറ്. ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമായിട്ടാ? അരിന് വേറെ എളുപ്പം തുടങ്ങണമല്ലോ. 10 റുപ്യ എന്തേലും 10 ഉറ ചോറുന്നുള്ളൂ. ഞാൻ അറിഞ്ഞ കാര്യങ്ങള് ചങ്ങാതി പെട്ടല്ലേ. മനസ്സിന്റെ ഏകാഗ്രത എപ്പോ പോയോ ആ നിമിഷം തുടങ്ങും പതനം. ഏത് കള്ളന്റെയും വിധി അതാ. കളക്ഷൻ നേരത്തെ കഴിഞ്ഞ അതൊന്നും ശരിയാവില്ലടാ. ഈ നട്ടപ്പുറ വെയിലത്ത് നാട് മുഴുവൻ തെണ്ടി നടന്ന് കാശും പിരിച്ചുകൊണ്ട് ചെല്ലുമ്പോ മരുമോന്റെ വക തിരിച്ചും മറിച്ചും ഒരു എണ്ണി നോക്കലും അർത്ഥം വെച്ചൊരു മൂളലും. മുദ്ര വീണ ഏത് കള്ളന്റെയും ജന്മം അങ്ങനെയാ. ഒന്നോർക്കുമ്പോ ഇതിനേക്കാൾ ഭേദം പഠിച്ച തൊഴിലാ. നല്ല ചോറുണ്ട്, അണ്ണൊക്കെ പൊള്ളണ്ടാ. ഇനിയില്ലട്ടാ. ആകെ ഈ 2 വറ്റ കഴിക്കാം. അതവളെ ചോന് പിടിക്കില്ല. ആട്ടുന്നുപ്പ് കേട്ട് എന്റെ പട്ടി നിൽക്കും. ഞാനിനി ഇറങ്ങിപ്പോന്നു. ഇരിക്കും, ഞാനിതൊന്ന് അവസാനിപ്പിക്കാം. നിന്നെ ഞാൻ ആദ്യം കാണുമ്പോൾ തന്നെ നിന്റെ കണ്ണിലൊരു തീ ഉണ്ടായിരുന്നു. അതിപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്. പണം നേടാനുള്ള ആർത്തി. നിനക്കത് ആപത്തേ വരുത്തൂ. അറിഞ്ഞതെല്ലാം ഇനി അറിയാനുള്ളതിനേക്കാൾ എത്രയോ ചെറുതാണെന്ന് നിനക്ക് മനസ്സിലാവും. നീ ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. എന്താ മോനെ, ഒരു കൈ നോക്കണോ?
മകനേ വേദനെ കാലനേ കൈന്തവനെ വേല പരിയേറും സേവകൻ. ആ, കുപ്പിച്ചില്ലേ? ആശാനത് എങ്ങനെ കണ്ടു? അതിശയിക്കണ്ട. പല നാൾ കണ്ടിരുളും വെളിച്ചമായി വരും. ഒരുതരം മാർദ്ധാര കാഴ്ച. ആ കാഴ്ച കിട്ടിയ പിന്നെ ഒന്നും പേടിക്കണ്ട. വീടുകൾക്കുള്ള നിലവറയിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധികൾ പോലും കള്ളന് കണ്ണിന് കാണാൻ പറ്റും. പക്ഷെ നല്ല സാധന വേണം. ഈ വീടിനകത്ത് ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി പോലെ അല്ലേ ആശാന? അതെ, സത്യം. എന്തായാലും ചെമ്പ് കുറച്ച് പൊട്ടിച്ചിട്ടുണ്ട്. എന്താ ഇവിടുത്തെ ആള് ജോലി? പോലീസിലാണ് ആശാന. പോലീസിലാ? DYSP സ്പെഷ്യൽ ബ്രാഞ്ച്. നീ മിടുക്കനാടാ. നിനക്ക് ഈ ഫീൽഡ് നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. കൊത്തുമ്പോ മുറത്തിക്കറി തന്നെ കൊത്തണം. പാതിരാത്രി കഴിഞ്ഞ് വടക്കു പടിഞ്ഞാറേ ആകാശച്ചെരുവില് നേരത്തെ ചുവപ്പ് രാശിയുള്ള ഒരു പ്രത്യേക നക്ഷത്രം ഉദിക്കും. അതിനുശേഷം മാത്രമേ നമ്മൾ പണിക്കിറങ്ങാൻ പാടുള്ളൂ. 2 മണിക്കൂറോളം നേരം ആ നക്ഷത്രം ആകാശത്തുണ്ടാവും. നക്ഷത്രം മാനത്ത് നിന്ന് മായും മുമ്പ് കളവ് അവസാനിപ്പിച്ചിരിക്കണം. ഇല്ലെങ്കിൽ മാനം പോകുന്ന കള്ളന്റെ ആയിരിക്കും. ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. നീ പോയി വാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. കളവിനിടയിൽ കണ്ടുമുട്ടുന്ന വൃദ്ധജനങ്ങളുടെ കാലുതൊട്ട് നമസ്കരിക്കണം. ആ, പോയ കാര്യം എന്തായി? പണം തികഞ്ഞോ മോനെ? ഇല്ല ആശാന, ഇനിയും വേണ്ടി വരും. നീ വിഷമിക്കണ്ടടാ. പണമല്ലേ ഈ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ പരന്നു കിടക്കണേ. അരി ഒളിപ്പിച്ചു വെച്ച പത്തായത്തില് കൂറെ ഒച്ചിനെ സൃഷ്ടിച്ചതും ദൈവം തന്നെയല്ലേ. അതുകൊണ്ടാ ഈശ്വരൻ തസ്കരന്റെയും പതിയും കൂടി ആയത്. തസ്കർ എന്ന് വെച്ചാ സംസ്കാരം തന്നെയാ. നീ വാ, നമുക്ക് നടക്കാം. ലക്ഷണമൊത്ത കളവിനെയാണ് രാജകളവെന്ന് പറയുക. രാജകളവെന്ന് சொல்றது എടുത്ത പൊരുളെ വെച്ചില്ല, എടുത്ത മുറയും കാലത്തെയും വെച്ചതാ சொல்றது. ദരിദ്രര്, കുട്ടികള്, വികലാംഗര്, വൃദ്ധര് ഇവരിൽ നിന്നൊന്നും ഒരു കാരണവശാലും മോഷ്ടിക്കാൻ പാടില്ല. മൃതദേഹത്തിൽ നിന്നുള്ള കളവും ശാസ്ത്രപ്രകാരം നമുക്ക് നിഷിദ്ധാണ്. അതിന്റെ മാനുഷിക വശം മാത്രമല്ല അതിന് കാരണം. അങ്ങനെ ചെയ്താൽ കൊലയ്ക്കും കൂടി കള്ളം പിന്നെ സമാധാനം പറയേണ്ടി വരും. നേർമയാണ് കളവുക്ക് 7 ലക്ഷണങ്ങൾ ഇരിക്കും. ഇത് കോടതിയല്ലേ മോനെ? നമ്മളെ കള്ളന്മാര് കഷ്ടപ്പെട്ട് സമ്പാദിച്ച സാധനങ്ങളൊക്കെ കളവ് മുതൽ നിന്ന് സൂക്ഷിക്കുന്നൊരു സ്ഥലമുണ്ട് ഇവിടെ. കോടതിയിലെ തൊണ്ടിമുറി, A to Z സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിലെ പോലെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് ആ സാധനം അവിടെ ഇവിടെ അലഞ്ഞ് കഷ്ടപ്പെടുന്നത്? മിടുക്കൻ. നീ എന്നെ ശിഷ്യനായിട്ട് സ്വീകരിക്കടാ.
ആശാനെ എന്തൊക്കെയുണ്ട് ഭാസ്കര? പണിയൊക്കെ ഇല്ലേടാ? ഇപ്പൊ കുറച്ച് ബഹളാ ആശാനെ. അപ്പൊ വീട്ടുകാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് കഴിഞ്ഞു പോകുന്നു. അല്ല ഇതുപോലെ ഗതിയില്ലാത്തൊരു കള്ളനെ ഞാൻ എൻ്റെ ആയുസ് കണ്ടിട്ടില്ല. അമ്പലമുറ്റത്തെ ഭണ്ഡാരപ്പെട്ടിന്ന് പോലും നേരാവണ്ണം മോട്ടിക്കാൻ അറിയാത്ത ഒരു കള്ളൻ. എന്നാ പറയുമ്പോൾ കള്ളനാണ് താനും ഒരു സാധു. ഇതിനകത്ത് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. എന്താ പാച്ചേക്കളെ വന്നിരിക്ക മാഷേ. എന്താ പേര്? മനോജ്. വകുപ്പേതാ? കളവാ. അല്ല വെറുതെ ചോദിച്ചെന്നുള്ളൂട്ടാ. ഇതിനകത്ത് ഏത് കുറ്റായാലും വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഓരോ അക്കങ്ങളല്ലേ. ഞാൻ ഡേവിസ്, അത് ഗോപിയല്ല, ഇത് ചന്ദ്രൻ, അത് റഷീദ്, അത് നമ്മുടെ ബൈജുവാ. ഇന്നലെ മെസ്സിൽ വെച്ച് കണ്ടപ്പോൾ ബെനിച്ചേട്ടൻ പറഞ്ഞായിരുന്നു കൂട്ടുകാരനും പെട്ടുന്ന്. നീ എപ്പോഴാണ് ഇവിടെ എത്തിയേ? ഞാൻ 2 ആഴ്ചയായി. പിടികൊടുത്താ ബൈ. ഗ്യാങ്ങിൽ ചേരുമ്പോൾ തന്നെ അവർ നമ്മളെ കൊണ്ട് സത്യം ചെയ്യിക്കും കൂട്ടം വിട്ട് പോവില്ലാന്ന്. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ എപ്പോഴും അവിടെ ഗാർഡ് ഉണ്ടാവും. റൂട്ടൊന്നും മാറ്റി ചിലപ്പോൾ കടാരയായിരിക്കും കയറ്റം. ഞാൻ പരമാവധി പിടിച്ചിരുന്നു പോയി. പക്ഷെ ആ തന്തമേശ്വരുടെ കൂടെ രാത്രി കൂട്ടിടക്കാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ സീനൊപ്പിച്ചത്. ഫീഡിങ് പരേഡിന്റെ പണിയാ, മനസ്സിലായില്ല? ഫുഡടിയേ ഫുഡടി. എഴുന്നേൽക്കാം പക്ഷേ നല്ല വിശപ്പില്ലേ? ഇത് വേഗാവട്ടെ, വേഗം പോയില്ലേ സാമ്പാറിലൊക്കെ വെള്ളം വരും. എന്താ മൂപ്പറുടെ കേസ്? 3 കാച്ചിയതാ. സ്വന്തം മോളെ റേപ്പ് ചെയ്തു വന്ന 3 പുന്നാര മക്കളെ. കുറച്ച് മതി കേട്ടാ, അത് കഴിച്ചില്ലേ ചെറിയൊരു വേദന. സാമ്പാറാ ഒരു ബെന്നീന. ഏത് ബെന്നി? നല്ല പൊക്കത്തിലുള്ള. എൻ്റെ അറിവിൽ തന്നെ 4-5 ബെന്നിമാരുണ്ട് ഇവിടെ. എന്താ കേസ്? പിടിച്ചു പറയാ കൊലപാതകം? ഏയ് കളവാണ്. ഓ നമ്മുടെ പോങ്ങുന്നത്തുള്ള ബെന്നി, ആ കറുത്തടിച്ച്. ഓന് 2 സെറ്റ് ക്വാർട്ടേഴ്സിലാ ഡ്യൂട്ടി. എന്താ കാര്യം? അല്ല ഒന്ന് കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നേ. അല്ല ബെന്നിയേണ്ടത് എവിടെയായിരുന്നു? വന്നപ്പോലെ നോക്കണതാ. കോട്ടേഴ്സിലായിരുന്നു പണി. കൊടുത്തു നീ പെട്ടാരെയൊക്കെ ഞാൻ അപ്പം തന്നെ ഇവിടെ ഇറങ്ങി. അത് പോട്ടെ, നമ്മുടെ പണിയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള. നീ അത് വിട്. കാര്യം പറഞ്ഞാൽ നീ വീട്ടിൽ പോയിരുന്നോ? ആ ജോയിമോൻ ഒരു പനിക്കോളുണ്ടായിരുന്നു. ഞാൻ പിന്നെ ചേച്ചീനെ കൂടി ഹോസ്പിറ്റലിൽ പോയി. നീ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ജാൻസിയും കൂടി പോയാൽ പിന്നെ അവിടെ ഒരു കയ്യാട്ടത്തിനാരാ. റോസിലേക്കാണെങ്കിൽ ഇത് വയറ്റിലുള്ള സമയം. ഇതാ നിൽക്കണ ഗഡിയില്ലേ, ഇതേ അവൻ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോട്ടോ. അതാണ് കാർലോസ്. ഐറ്റം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്, പക്ഷെ റൂട്ട് വേറെയാണ്. മൂര്യ. ഞാനായിട്ട് അത്ര രസത്തിലൊന്നുമല്ല. ഒരിക്കലും ആശാൻ്റെ അടുത്ത് പഠിക്കാൻ ചെന്നിരുന്നു. ആശാനപ്പം തന്നെ ആറ്റി വിട്ടു. ഇപ്പോൾ ഒറ്റയ്ക്കാ. ഇന്നത്തെ കാലത്ത് കാശുണ്ടാക്കണ ഇവനെ പോലുള്ളവർക്കേ പറ്റുള്ളൂ. മേലും കീഴും നോക്കണ്ടല്ലോ. വന്നാളും കിട്ടിയ കാശ്.
കാലാസേട്ടോ മുരിക്കായത്തിൽ കൂടുതലായിരുന്നോ? കാര്യങ്ങളൊക്കെ ഇന്നൊരു ഉഷാറാവട്ടെന്നേ. ഉഷാറൊക്കെ ഇത്തിരി കുറഞ്ഞിരിക്കുന്ന ആടാ ആ നല്ലത്. അല്ലെങ്കിൽ ആ പാവാട സുരേഷ് പരോളിൽ പോയ പിന്നെ കാർലോസേട്ടന് മുരിക്കായോട് വലിയ താല്പര്യം ഒന്നും കാണാനില്ല. എന്താണ് ചിരി? എത്ര കാലായി ഒരു വയറിൽ കണ്ടിട്ട്. അതൊക്കെ ഒരു കാലം. അയ്യോ, അത് പൊറോട്ട ഉണ്ടാക്കി തന്ന മാവാ. രണ്ടുപേരും കൂടി അതുകൊണ്ട് ഷെക്കില ഉണ്ടാക്കി വെക്കല്ലേ. ഇതെന്താ പൂരോ? അപ്പൊ മൂന്നിട്ട് അറിഞ്ഞില്ലേ? തടവുപുള്ളികളെ ഇപ്പൊ ചെണ്ടമേളം പഠിപ്പിക്കുന്നുണ്ട്. സൂപ്രണ്ട് സാറിന്റെ പുതിയ ഐഡിയ. കളവിനും കളിക്കൊക്കെ ഇനി താളാവട്ടെ. ആരാ ആശാൻ? പെരുവനൻ ഡെയ്സൺ എങ്ങനെയുണ്ട്? കക്കാനുള്ള കോഴ്സ് ഇനി തുടങ്ങുമോ? അല്ല, സ്ഥാപനം നടത്തിക്കൊണ്ട് പോകണല്ലോ. അല്ലൊക്കെ തന്നെ കുട്ടികളില്ലാണ്ട് നല്ല സ്കൂളൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുക. പുതിയ 2 ജോയിനിങ് ഉണ്ടല്ലോ കാർലോസ് ചേട്ടാ. 2 പയ്യൻസാ. കഞ്ചാവായിരിക്കൂടാ, അല്ലെങ്കിൽ പീഡനം. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. എന്തുട്ടാ രണ്ടിനൊരു നാണം? എന്നിട്ട് കേസ് പീഡന? കുറി എന്നിട്ട് കുറി പൊളിഞ്ഞ പൂവല പോയി. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ല. നിനക്ക് വേറെ എന്നിട്ട് ഇടപാട്? അങ്ങനെ ഇന്ന പണിയൊന്നുമില്ല, എല്ലാം ചെയ്യും. ആ, അപ്പൊ ഒരു പണി അറിയില്ലല്ലേ? ആ, ഇനിയിപ്പോ പോണവരെ സ്ഥിരം പണിയായല്ലോ. ആന പോയി. മുതല് ജയിലത്തെ വയളൊന്നും കണ്ടപ്പറല്ലോ. ആ കുറി നടത്തിയ സമയം കൊണ്ട് 4 കന്ന് വാഴ നട്ടിരുന്നെങ്കിൽ നാട്ടിൽ മര്യാദയ്ക്ക് നടക്കായിരുന്നു. ആ റപ്പായിട്ട് പ്രിൻസില്ലേ, അവൻ വാഴ കൊണ്ടാ കാശുണ്ടാക്കിയത്. അപ്പൊ അതൊന്നും പറ്റില്ലല്ലോ. നേകളക്കുത്തല്ലേ, നേകളക്കുത്ത്. ആർക്ക്? നമുക്കെന്നെ, അല്ലാണ്ടാർക്കാ? നിർത്തി പണിയെടുക്കടാ. ഓ, ജയിലത്ര ജയിൽ, ചാണാക്കുളി ജയിൽ. പുറത്ത് 4 ആളോട് പറയാൻ പറ്റുന്ന പണിയാ. വീട്ടിലമ്മ പശുവിനൊന്നും അയച്ചേട്ടാൻ പറഞ്ഞ കൈ കൊണ്ടിടാത്ത ഞാനാ. അമ്മ കാണണ്ട. ഇതെടുത്ത് ആരെങ്കിലും ഫേസ്ബുക്കിലിട്ട BNB കുറീസിന്റെ മാനേജിംഗ് ഡയറക്ടേഴ്സിന്റെ അവസ്ഥ നീ ആലോചിച്ച് നോക്കി. പിന്നെ ഇപ്പൊ കൊട്ടക്കണക്കിന് അവമാനല്ലേ. എന്തിനാണ് എന്നെ തുറച്ചു നോക്കണ്? കുത്തിക്കോ കുത്തിക്കോ. വാഴ വെക്കും കാതലിക്ക് ജയ്. എന്ത് ജയ് ഇതുകൂടി ജയിൽ. നന്നായിട്ട് കൊലക്കട്ടെ. ഇനി നമ്മളെങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കുക? നീ ഒന്ന് ആലോചിക്ക്. എടാ, നീ നാട്ടുകാരുടെ കാര്യം വിട്. നാട്ടുകാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് മുഖമൊന്നുമില്ലല്ലോ മുഖത്ത് നോക്കാനായിട്ട്. അല്ലെങ്കിൽ തന്നെ പാപ്പനും വല്യച്ഛനും എൻ്റെ അച്ഛനെ കണ്ടൂടാ. ഇനിയിപ്പോൾ ഇതും കൂടി ആവുമ്പം എല്ലാവരും കൂടി ചവിട്ടി തേക്കുക പാവത്തിന്. ആ തെണ്ടിച്ചക്കന് പിന്നെ കൈ കിട്ടിയുണ്ടല്ലോ, കൊടുക്കും ഞാൻ. ഇനിയിപ്പോൾ എന്തുട്ടാ കൊടുക്കാളേ? ഓക്കെ കൊണ്ട് പോയില്ല അപ്പുന്നാരമേ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ കാശ് പിരിക്കാൻ അവനെ ഏൽപ്പിക്കണ്ടെന്ന്. എനിക്ക് ആലോചിച്ചിട്ട് എത്തുമ്പോഴത്തില്ല. വിഷം മേടിക്കാൻ കൂടെ മനുഷ്യൻ്റെ കാശില്ല. അതിന് നീ പേടിക്കണ്ട. 30 ലക്ഷം രൂപയുടെ പൂവൽക്കുറി നടത്തി പൊട്ടിയിൽ 16 രൂപ 50 സെന്റിൽ ബാക്കിയുണ്ട്. ഈ വിഷം മേടിക്കാൻ ധാരാളം മതിയാവും. നീ വലിച്ച കോമഡി പറയാണ്ട് കാര്യമുള്ള കാര്യത്തിൽ പറയണ്ട. ഞാൻ കാര്യം പറഞ്ഞപ്പോൾ നിനക്ക് പിടിച്ചില്ല, പിന്നെ ഞാൻ തുടിയാനാ? ഇവൻ എന്തുട്ടേ പറയണേ? അതെങ്ങനെയാ ബാലു ശരിയാവുക? അവർക്ക് നമ്മളോട് സ്നേഹം നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ സ്നേഹം നോക്കിയിട്ടുള്ള അടുത്ത് ഇട്ടിരിക്കുന്ന ഷെഡ് വരെ അടിച്ചോണ്ട് പോയത്. എന്നെ കൊണ്ടത് പറയിക്കണ്ട നീ. അതാ ഞാൻ പറഞ്ഞത്, ഒന്നുകിൽ ആത്മഹത്യ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മറ്റേ കാര്യം. ഈ 2 ഓപ്ഷൻ അല്ലാണ്ട് നമ്മളെ മുന്നിൽ വേറെ വഴിയില്ല. എന്തുവാണെന്ന് നീ തീരുമാനിക്കാം. ഓക്കെ, ദയവായിട്ട് അതിന് പറ്റിയ ഒരാളുടെ അടുത്തേക്ക് തന്നെ നമ്മളെ എത്തിച്ചത്. മൂപ്പർക്കറിയടാ നമ്മളെ അവസ്ഥ. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നമുക്ക് അങ്ങോട്ട് വർക്കൗട്ട് ചെയ്യാം. നാട്ടിൽ ഞങ്ങളെ വീടിനടുത്ത് ഞങ്ങൾക്ക് വളരെ അടുപ്പുള്ളൊരു ഫാമിലി ഉണ്ട്. അവിടെ തന്നെ അവിടെ കല്യാണം നടക്കാൻ പോവാ. പ്രായമായ 2 പേരും പിന്നെ ഒരു പെണ്ണും മാത്രമേ വീട്ടിൽ താമസമുള്ളൂ. ഞാനെന്തോണം അവിടുത്തെ അലമാരിയിൽ
കുറേ കാശും സ്വർണ്ണരിപ്പുണ്ട്. ആ വീടിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ തരാം. അതെ, കിട്ടുന്നതിലൊരു പങ്ക് ഞങ്ങൾക്ക് തന്നാൽ മതി. ഞങ്ങൾ അങ്ങനെ അവൻ ബെന്നിക്ക് ടിപ്സ് തരാൻ വന്നേക്കണു. അവൻ എന്നെ തൂക്കി വെക്കാൻ വന്നേക്കണു. അയൽവക്കത്ത് വീട്ടിൽ കയറി കല്യാണത്തിന് സ്വർണം കക്കാന്ന് ചാതിയന്മാര്. അതേട്ടാ, ഞങ്ങൾ ചതിയന്മാരാ. കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ജീവിക്കാൻ വേണ്ടിയിട്ടാ. വൃത്തികേടുണ്ട. അതിന് നമ്മളും പുണ്യാളന്മാരൊന്നുമല്ലല്ലോ പിന്നീട്. നമ്മൾ ചെയ്യുന്ന തൊഴിൽ അത് തന്നെയല്ലേ. ഒരു കള്ളന് കള്ളിയിലുണ്ടാകുന്ന കുട്ടി വളർന്നിട്ടല്ല ലോകത്ത് ഒരിടത്തും കള്ളനുണ്ടാകുന്നത്. ഗതികേട് കൊണ്ടാണ് ഞാൻ നിങ്ങളും കള്ളനായത്. എന്റെ ജോലി കളവ് തന്നെയാ, പക്ഷെ അതിലൊരു സത്യം ഉണ്ടറാ. നേരും നേരം വേണ്ടിട്ടൊരു പണിക്കേ ബെന്നി നിൽക്കാറില്ല. കൊണ്ട് കള ബെന്നിയിട്ട് ആർക്കും വേണ്ടാത്ത നേരും നെറിയും നോക്കാത്ത ദൈവത്തിന് തൊടാൻ ഇന്നത്തെ കാലത്ത് ആരും കിട്ടില്ല. എനിക്ക് പൈസയുടെ ആവശ്യമുണ്ട്, ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ട്. അതിപ്പോ ആരെ ചതിച്ചിട്ടാണെങ്കിലും കൊന്നിട്ടാണെങ്കിലും. ചതിക്കാനും കൊല്ലാനൊക്കെ നീ ഇനി ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ, ബെന്നി ഉണ്ടാവില്ല. കൂടെ കൂട്ടിക്കോ രണ്ടിനും. നല്ല കോമ്പിനേഷനാ, നന്നാവും. മനോജ് അല്ലേ? സാധാരണ കൂട്ടുകച്ചവടം ഈ കാർലോസിടം ചെയ്യാറില്ല, വലിയ റിസ്ക്കാ. പക്ഷെ ഇപ്പം എന്തോ ആ വഴിക്കൊരു ചിന്ത. കിട്ടുന്നത് പാതി നിനക്ക്. ഒറ്റ കണ്ടീഷനുള്ളൂ, ചതിക്കാതെ കൂടെ നിൽക്കണം. സമ്മതമാണെങ്കിൽ കൈ കൊടുക്കുക. ബെന്നിച്ചേട്ടൻ വെറുതെ പറഞ്ഞാണെങ്കിലും ഞങ്ങൾ ആ കാര്യം സീരിയസ് ആയിട്ട് ആലോചിച്ചു. മനോജേട്ടൻ ഞങ്ങൾ കൂടെ നിൽക്കാൻ പറ്റും. ഇതല്ലാണ്ട് ഞങ്ങളുടെ മുന്നിൽ വേറെ വഴിയില്ല. നാട്ടിലാണെങ്കിൽ നാണം കെട്ട അവസ്ഥയാണ്. ആകെ നാറി കുളമായി. കിട്ടണത് എന്തായാലും നമുക്ക് ഈക്വലായിട്ട് ഷെയർ ചെയ്യാം. അത് വാക്കാം. ഞങ്ങൾക്കറിയാം, ഞങ്ങളിപ്പോഴും മനോജേട്ടന് കാശിന് ആവശ്യമുണ്ടല്ലോ. മനോട്ടൻ കൂടെ നിന്നാൽ നമുക്കിത് അങ്ങോട്ട് പിടിക്കാം. മനോട്ടൻ കൂടെ ഉണ്ടാവില്ലേ? എന്താടാ ഒരു ഗൂഢാലോചന? എന്നോടൂടെ പറയടാ. മൊത്തത്തിലൊരു വശപ്പിശ. എന്താടാ ഉടായ്പ്? പറയടാ. അയ്യോ, അങ്ങനൊന്നുമില്ല ഏട്ടാ. എന്നോട് ഒളിക്കാൻ നിൽക്കണ്ട, എനിക്കറിയാം, ഞാൻ കേട്ടു. എടാ, ഇമാതിരി കാര്യങ്ങൾ ചെയ്യാൻ നല്ല ചങ്കുറപ്പ് വേണം. മനസാക്ഷി കുത്തു പാടില്ല. നിന്റെ ആ പഴം പുഴുങ്ങി ബെന്നിയെ പോലെ. പക്ഷെ പഠിച്ച സ്കൂളിലെ ദോഷമൊന്നും നിനക്കില്ല. നീ ഫ്രഷാ. നിന്നെനിക്ക് ഇഷ്ടപ്പെട്ടു. എടാ പിള്ളേരെ, കാശ് വേണോ? കളി വേറെ കളിക്കണം. ഞാൻ നിൽക്കാം നിങ്ങളുടെ കൂടെ. പക്ഷേ ഇൻഫർമേഷൻ കറക്റ്റാണോ? 100% കറക്റ്റാ. കല്യാണ ആവശ്യത്തിനടുത്ത് സ്വർണവും കാശും അവിടെ ഉണ്ട്. ഞങ്ങൾക്ക് അത്രയ്ക്ക് അടുപ്പുള്ള വീടാത്. ഇത്ര അടുപ്പുള്ള ആളുകൾ ഒരു മനസാക്ഷി കുത്തിലാണ് വഞ്ചിക്കുന്നവന്മാരെ നമ്മളെങ്ങനെ വിശ്വസിക്കും? അത് ശരിയാണ്. അല്ല, ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം. കാരണം കാശ് കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ മാത്രമേ ഞങ്ങളുടെ മുന്നിലൊരു വഴിയുള്ളൂ. വേറൊരു വഴിയില്ലാത്തതുകൊണ്ട്. ഈ കളവ് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു. പിന്നെ കിട്ടുന്നത് എത്രയായാലും 3 ഷെയറായിട്ടേ വിധിക്കും. 3 ഷെയർ. ഓക്കെ.